ഇതിൻ്റെ കരച്ചിൽ കണ്ടോ നിങ്ങൾ? എന്നെ കാണാത്തതുകൊണ്ടുള്ള കരച്ചിലാണ്. അപ്പോൾ അത് കരയുന്ന കണ്ടപ്പോൾ വേഗം മോനെ വീഡിയോ എടുത്തതാണ്. വന്ന് എന്നെ കണ്ടതിന് ശേഷമുള്ള ഇത് ഞാൻ കാണിച്ചു തരാം. അത് തപ്പുക നോക്കുകയാണ് എവിടെയെന്ന്. ഇതെപ്പോഴും ഇവിടെ വന്നിട്ട് ഇപ്പുറത്തേക്ക് ഞാൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നേ. അപ്പോഴത്തേക്ക് മൊബൈൽ ഞാൻ വാങ്ങി ഞാൻ എടുക്കാമെന്ന് പറഞ്ഞതാ. കണ്ടോ, ഞാനൊരു മൂത്ത പടവലങ്ങേൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു, അത് കൊടുത്തപ്പോഴേക്ക് അത് മണപ്പിച്ചിട്ട് താഴെ ഇട്ടു. അതിനിഷ്ടപ്പെട്ടില്ല. ഞാൻ മിക്കവാറും എപ്പോഴും കൊടുക്കുന്നത് അധികം വന്ന ചപ്പാത്തിയൊക്കെ ആയിരിക്കും. ചപ്പാത്തി ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര, അല്ലെങ്കിൽ ബ്രെഡ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കൊടുത്താലും നല്ലതാണ്. എന്നിട്ട് അത് കളഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോയി കിഴങ്ങെടുത്തിട്ട് വന്ന് കൊണ്ടു കൊടുത്തു. അത് തിന്നുന്നുണ്ടോ? ഒന്നിന് കൊടുത്തു കഴിഞ്ഞാൽ കുറേ എണ്ണം ഓടി വരും. പക്ഷേ ഇത് ഇവിടെ സ്ഥിരം വരുന്ന ഒരു കുട്ടിയായിരുന്നു, അതിപ്പോൾ ഇച്ചിരി വലുതായി. അങ്ങനെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെറുതായിട്ടൊക്കെ കാണിച്ചിരുന്നു കിഴങ്ങൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നിതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് മോനെ വീഡിയോ എടുത്തതാണ്. വീഡിയോ എടുത്തിട്ട് നോക്കാം അമ്മേനെ വിളിക്കുന്നതെന്നും പറഞ്ഞിട്ട്. ഇതാണ് ഇവരുടെ സ്നേഹം. എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി വരും. ഡെയിലി എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും സന്ധ്യക്കൊക്കെ വരും. പക്ഷെ എപ്പോഴൊന്നും ഫുഡൊന്നും കൊടുക്കില്ല. ചപ്പാത്തിയൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ കൊടുക്കും. സത്യം, മനുഷ്യന്മാരെക്കാൾ സ്നേഹമാണ് ഈ മൃഗങ്ങൾക്ക്. ഇപ്പോൾ അതൊരു പൂച്ചക്കുട്ടീനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അമ്മോ, എങ്ങോട്ടും വിടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ പോയാലും അത് വന്നിങ്ങനെ കാലിൽ മുട്ടി തിരുമ്മി ഇങ്ങനെ ഇരിക്കും. അതിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അതുങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ ഇത് തന്നെ കണ്ടില്ലേ, എന്ത് കരച്ചിലാണ് നോക്ക്. ഇതൊരു കുഞ്ഞു കുട്ടിയായിരുന്നേ, ആദ്യം തൊട്ടേ വരുന്നതാണ്. അത് ശരിക്കും പരിചയമുള്ളതുകൊണ്ടാണ് അങ്ങനെ കരഞ്ഞു വിളിക്കുന്നത്. നേരം വെളുത്ത് കഴിഞ്ഞാൽ ഇതുങ്ങളിറങ്ങും. കുറേ എണ്ണം ഇങ്ങനെ കൂട്ടായിട്ട് വരും. എന്നിട്ട് മരത്തിലൊക്കെ ഇരുന്നിട്ട് ഇലയൊക്കെ, തളിര് ഇലയൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. ഒരു സാധനം വെക്കില്ല. പച്ചക്കറി നടാനൊന്നും പറ്റില്ല. ഞാനൊരു കർമ്മസ് ചെടി നട്ടിട്ടുണ്ടായി, അത് പറിച്ച്, മുരിങ്ങ ഇല, ഒരു സാധനം, മത്തൻ്റെ ചപ്പേൻ്റെ തുളസിത്തറയിലൊന്നും ഇല്ല. ഇവിടെ റോസാപ്പൂവൊക്കെ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. റോസാപ്പൂവിൻ്റെ ഇതള്, തുളസിത്തറയിലുള്ള തുളസി വരെ പറിച്ച് കഴിക്കും. അതൊരു ഭയങ്കര ഒരു ശല്യമാണ്. അല്ലാതെ ഉള്ള നോക്കുകയാണെങ്കിൽ സ്നേഹമാണ്. എന്നും കൊടുക്കുന്നതുകൊണ്ട് ആ കുട്ടീനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ജനലിലിങ്ങനെ തൂങ്ങിപ്പിടിച്ചിരിക്കും. നമ്മൾ കൊടുക്കുന്നവരെ 1 മണിക്കൂറായാലും അവിടെ അങ്ങനെ ഇരിക്കും. കൊടുത്തു കഴിഞ്ഞാൽ അതും കഴിച്ചിട്ട് പോയിക്കോളും. ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടുത്തെ സ്ഥിരം ആളായതുകൊണ്ടാണ് ഇത്രയും കരഞ്ഞ് ബഹളാക്കിയത്. അത് ഡെയിലി അതിനെ എല്ലാവരും ഓടി വരുന്നതിന് മുന്നേ ആദ്യം വന്ന് വിളിക്കും. എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയില്ലല്ലോ. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും, പിടിച്ച് പറിക്കലും ഓടലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് നേരത്തെ ഓടി വന്നിട്ട് എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ വേഗം ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം കൊടുക്കും. ഇത് കണ്ടില്ലേ, വേറൊരു കുഞ്ഞത് വന്ന് ജനലിൻ്റെ ഉള്ളിൽ കൂടെ വിളിയാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. വന്നിട്ട് വന്ന് കളിക്കും. മോൻ ഓടിപ്പോകുമ്പോഴേക്ക് പിന്നെയും ഓടും, പിന്നെയും വരും. കളിക്കാനാണ് അവർക്ക് ഭയങ്കര. ഇത് ഒരു ചെറിയ കുട്ടിയാണ്, അതും വന്ന് കളിക്കുന്നുണ്ടോ. ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മോളിങ്ങനെ ഷെയ്ക്കാൻഡ് കൊടുക്കുന്നതൊക്കെ, ആ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും വീഡിയോ കുരങ്ങിൻ്റെയൊക്കെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ എപ്പോഴും കളിയും ബഹളമായിരിക്കും. എല്ലാം കളിക്കുന്നത് അവിടെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്ക് ചാടാനൊക്കെ നല്ല സുഖമാണല്ലോ. അപ്പോൾ ഈ ചെറിയ പിള്ളേരെയും കൊണ്ട് വന്നിട്ട് പിള്ളേരെല്ലാം അവിടെ ഇങ്ങനെ ഓടിക്കളിക്കലും തള്ളമാരെല്ലാം നോക്കലും അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കലൊക്കെ ആയിരിക്കും. അതിൻ്റെ ഞാൻ പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കുന്നത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഇരുന്ന് നോക്കലും ഒക്കെ ആയിരിക്കും. നല്ല രസമാണ് കാണാൻ. എൻ്റെ കരിയാപ്പില തൈ ഫുള്ള് ഒടിച്ച് കണ്ടോ, വലിയൊരു കൊമ്പാണ് ഇറ്റിങ്ങൾ കളിച്ചിട്ട് ഒടിച്ചത്. കണ്ടോ, കരിയാപ്പിലൊക്കെ നല്ല തെഴുത്ത് നല്ല പൂത്ത് നിൽക്കുന്നുണ്ട്. നിറയെ ഉണ്ട് ഇലയൊക്കെ. നല്ല കേടൊന്നും കൂടാത്ത നല്ല ഇലയായിരുന്നു. പക്ഷെ കുറച്ച് പൊക്കം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് പറിക്കാൻ പാകത്തിലെത്തിയിട്ടുണ്ട്. കൈയൊന്നും എത്താത്തത് കൊണ്ടാണ്. കൊമ്പൊക്കെ വെട്ടിക്കൊടുക്കണം എന്നാണ്, പക്ഷെ ഞാനൊന്നും വെട്ടിയിട്ടൊന്നുമില്ല. ഇതാ കണ്ടില്ലേ, നിറച്ചുണ്ട് കരിയാപ്പില. പക്ഷേ ഇതുങ്ങളെപ്പോഴും വന്ന് കളിച്ച് ഒടിക്കലും ഇതൊക്കെ ആയിരിക്കും. ഇതാ കണ്ടോ ആടിക്കളിക്കുന്നത്. ഇങ്ങനെയാണ് ഇവരുടെ കളി. കുട്ടികൾ വന്നിട്ട് 2-3 എണ്ണമൊക്കെ ഉണ്ടാവും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അബദ്ധത്തിൽ കൊമ്പൊക്കെ പൊട്ടി പോകും. അപ്പോൾ ഞാൻ വേഗം വന്ന് വടിയൊക്കെ കണ്ടോ ഫുള്ള് താഴ്ച കളി. ഇങ്ങനെ ചായച്ചിട്ട്
കളിക്കും. കരിയാപ്പില അങ്ങനെ തടിയില്ലാത്ത കൊമ്പല്ല, അതുകൊണ്ട് വേഗം ഇങ്ങനെ ചാഞ്ഞു വരും. ഇതാണ് ഇവിടുത്തെ സ്ഥിരം കളികൾ. കുരങ്ങന്മാരുടെ കളികളൊക്കെ കണ്ടപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ എടുത്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. അപ്പോൾ മറക്കാതെ എല്ലാവരും കാണണം. ഫുൾ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു.